ഈറ്റപ്പുലി നോറ്റുകിടക്കും നീറൻ കണ്ണു തുറന്നും കരിമൂർഖൻ വാലിൽ കിളരും പുരികം പാതി വളച്ചും നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ ആകാശത്തച്ഛൻ ചത്തുകിടപ്പതു കണ്ടു നടുങ്ങി മലയോരത്തമ്മയിരുന്നു. ഒരു 2 വർഷം മുമ്പ് ഞാൻ ഇവിടെ പഠിച്ചതാണ്. +1 +2 ഏരിയയാണിത്. ഇവിടെയൊക്കെ ഗ്രൗണ്ടിൻ്റെ ഏരിയ ആയിരുന്നു. അപ്പുറത്ത് കൂടെ ആയിരുന്നു പുഴയൊക്കെ ഒഴുകിന്. ഫ്രണ്ട്സ് കുറേ ആൾക്കാർ മിസ്സിങ്ങിലുണ്ട്. ബിൽഡിങ് സെൻറ്ററിൽ, ഗ്രൗണ്ടിൻ്റെ സെൻറ്ററിൽ പുതിയൊരു ബിൽഡിങ് കെട്ടിയിരുന്നു. അത് പോയിക്കുന്നു. പിന്നെ അപ്പുറം സൈഡിൽ ഇത് പൊട്ടി വന്ന സൈഡിൽ കുറേ ബിൽഡിങ് തകർന്നു പോയിക്കുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ആൾക്കാരെ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്, ബോഡീസ് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. ഇരുകൊടും കാറ്റുകൾക്കിടയിലെ ശാന്തി തൻ ഇടവേളയാണിന്നു മർത്യജന്മം. This whole area is ecologically sensitive. Therefore, the Western Ghat areas ecologically highly sensitive. The Puthumala landslide, which happened few years ago in the similar area, high slopes and very heavy rainfall always, and they are therefore very prone to landslides anyway. ചൂരൽമല ടൗണ് പോയി. മുണ്ടക്കായി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അത് ഏകദേശം ഒരു 90% പോയി. കുറച്ച് മേലുള്ളവരുണ്ട്. സ്കൂൾ റോഡ് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അത് മുഴുവനായി പോയി. പിന്നെ ഈ താഴേക്ക് കുറച്ച് ഏരിയാസ് ഉണ്ട്, അതൊക്കെ പോയി. ഫ്ലഡ് പോയവർക്കൊക്കെ ബാധിച്ചിട്ടുണ്ട് കുറെ താഴെ. കടലെടുത്തൊരാ ദ്വാരകാപുരിയിലെ കൃഷ്ണപക്ഷക്കിനാവുള്ള ദ്വാപരർ, ഇത് കടലെടുത്തൊരാ ദ്വാരകാപുരിയിലെ. മലഞ്ചെരുവിലെ പച്ചപ്പിൽ വീടുകളും ഉണ്ട് എന്നാണ് ഔദ്യോഗികമായുള്ള കണക്കുകൾ. വിവരങ്ങളുമായി പുത്തുമലയിൽ നിന്ന് വൈശാഖ് ആര്യൻ ചേരുന്നു. വൈശാഖ്, people missing and casualty number may go up. ചതാണി കനൽ ചിമിഴുകൾ ആരുടേതി നിരാലം. നീ ജലാദ്രി. കൂലിപ്പണി എടുത്ത് ജീവിച്ചിരുന്നവരാണ് ഞങ്ങൾ. ഇനി കൂലിപ്പണിക്കൊന്നും പറ്റൂല, അങ്ങനത്തെ അവസ്ഥയായി. ആ വലിയൊരു മല ഉണ്ട്, ആ മല കൊണ്ട് അവിടുന്ന് പൊട്ടി വന്നത്. അത് ഇവിടുന്ന് നമ്മൾ ചൂരൽമല നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു പുഴയിലേ കാണുന്നുള്ളൂ. കോളനീൻ്റെ കുറെ മേലെന്ന് 2 പുഴ ഒന്നിച്ച് ചേരും. അത് കഴിഞ്ഞിട്ട് കുറെ താഴെ വരുമ്പോൾ ഒരു പുഴയും കൂടി ചേരും. 3 പുഴ ചേരുന്നത്. അങ്ങനെ ഒഴുകി വന്നതാണ്. എന്തോ ജസ്റ്റ് മിസ്സിന് ഞാനും എൻ്റെ മോനും ഭാര്യയും കഴിച്ചിലായതാണ്. അല്ലെങ്കിൽ മണ്ണിനടിയിലായിട്ടുണ്ടാവും. എന്താ ചെയ്യുക, കുറച്ചൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഭാഗ്യം കൊണ്ട് പഠിച്ചവനും കാവല് ഓട്ടം കൂടി ആയിട്ട് കഴിച്ചിലായതാണ്. That was because of 2 cloudbursts, one that happened 1 o'clock in the morning and one that happened at 4 a.m. in the morning. The landslide engulfed the houses of the tea estate workers. Many were buried as they slept. It was in the span of those 3 hours or so, there was massive rain. There was almost 400 millimeters of rain through 24 hours. 94 bodies have been brought here. ഇന്നത്തെ മാസം ഞങ്ങൾ 22 ആളുണ്ടായിരുന്നു. അതിൽ 5 ആളെ പോയത്. ഒന്ന് എൻ്റെ അമ്മ, എൻ്റെ അനിയത്തി, ഒന്ന് ശ്രീനേട്ടൻ മോന്, പിന്നെ ഈ ഔസപ്പെട്ടൻ്റെ മരുമകൾ. 5 ആൾ. ഞാൻ ആ ജനലിൽ വിളിച്ചിരുന്നു. എൻ്റെ ഒരു കുട്ടി ഔസപ്പെട്ടൻ ഇവരെല്ലാം അവിടെ ഇങ്ങനെ കുടിക്കുന്നു. കുറച്ച് വെളിച്ചം വന്നു. അപ്പോൾ ഇതിന് എല്ലാവരും സാരി കിട്ടി. അവർ സാരി അവരെല്ലാം അതിലേക്ക് കയറ്റി. അപ്പോൾ ഇവിടുന്ന് മൊത്തം ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അവർ പറഞ്ഞു ഒരു കാര്യം എല്ലാവരും ഇവിടെ കേൾക്കാൻ പറഞ്ഞു. അവിടെ പോയി ഇങ്ങനെ പോയി മരിച്ചെന്ന് കണക്ക് നോക്കില്ല. എന്തോ അതിൽ 5 ആൾ പോയി.
അവര് പിന്നെ ചാലിയാറിലെ വിട്ടു. പക്ഷെ അമ്മ പോകാൻ സാധ്യല്ല. അമ്മയും അച്ഛനെ അവിടെ കിടക്കും. അച്ഛനെ വിഷമിട്ട് അമ്മ ഇവിടെ ഒന്നും എന്ത് നടക്കുന്നു. ഇവർ ഫസ്റ്റ് പൊട്ടിയ സമയത്ത് ഞാൻ പിന്നെ എൻ്റെ മരുമോൻ ഇവിടെ ടൗണിൽ താമസിക്കുന്നു. ഫസ്റ്റ് ഈ ബോംബ് പൊട്ടിയിട്ട് രണ്ടാമത് ഈ ഫ്ലൈറ്റ് വരുന്ന സൗണ്ട് സ്റ്റാർട്ടായ പാട് ഞാൻ ഇവനെ വിളിക്കും. ഞാൻ അതിൻ്റെ മുകളിലാണല്ലോ പൊട്ടുന്ന അവിടെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞത് വാതിൽ തുറന്നിട്ട് എല്ലാവരും എടുത്ത് ഓടിക്കുന്നതാണ്. അങ്ങനെ ഇവന് ഈ വാതിൽ തുറക്കുമ്പോൾ അതായത് ഞാൻ വിളിക്കുന്നത് എവിടെ നിന്നാണ് മുണ്ടക്കൈന്ന് ഈ സൗണ്ട് ഫ്ലൈറ്റിൻ്റെ സൗണ്ട് കേട്ട് 3 റിങ് ചെയ്തിട്ട് ഇവന് വാതിൽ ഇങ്ങനെ തുറക്കുമ്പോൾ മുമ്പിൽ വെള്ളം 3 കിലോമീറ്റർ അപ്പുറം. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് എത്രയാണ്? അങ്ങനെ രക്ഷപ്പെട്ട് ഇവരൊക്കെ വിളിച്ച് ഇവരെല്ലാം കൂടെ ഓടി വന്ന് കുറേ ആളുകളെ വലിച്ച് വീട്ടിലും പിടിക്കലും രക്ഷപ്പെടുത്തില്ല. അതിൽ രണ്ടാമത് സൗണ്ട് വന്നപ്പോൾ നമ്മൾ വിളിച്ചു പറഞ്ഞു നിങ്ങളൊക്കെ ഓടിക്കുമായിരുന്നു. അതിൽ ഇവര് അവിടുന്ന് ഓടിയതുകൊണ്ട് ഇവരൊക്കെ ബാക്കിയാണ്. അതിൽ ഇവരെല്ലാം രണ്ടാമത്തെ പൊട്ട് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത ലെവലിലെ സൗണ്ട്. 1:30, 2 മണി, പിന്നെ 2:30, 3 പൊക്കാൻ മതി. മൂന്നാമത്തേത് ഇങ്ങനെ ചെറിയ ൂന്നുള്ളൊരു വരവാണ്. ഞങ്ങൾ ഉരുൾപൊട്ടലിൽ പെട്ട ആൾക്കാരാണ്. അപ്പൊ ഇതിന്റെ ഭീകരത നമുക്ക് നന്നായിട്ട് അറിയാം. പുത്തുമല ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? പുത്തുമല ഇവിടുന്ന് കറക്റ്റ് 3 കിലോമീറ്റർ. മൊത്തത്തിൽ എന്താണ് കഴിഞ്ഞ ദുരന്തത്തോട് നമ്മളൊന്ന് അടി പോയിട്ടുണ്ട്. അത് മാനസികമായിട്ട് ഒരു സൗണ്ട് കേട്ടാൽ തന്നെ ഞാൻ പേടി. ಕಿರುಬೆರಳಿಗೆ ನೋವಾದ್ರೆ ಕಿರುಬೆರಳಿಗೆ ಮಾತ್ರ ನೋವಾಗುದಿಲ್ಲ, ಅದು ಇಡೀ ದೇಹಕ್ಕೆ ನೋವಾಗುತ್ತಲ್ಲ. ಈಗ ಚಂಡಮಾರುತ ಹೇಳುದು ಕಲ್ಕತ್ತದಲ್ಲಿದ್ರೆ ಮಳೆ ಇರೋದು ಬೆಂಗಳೂರು ಇತ್ತಲ್ಲ. ಯಾಕೆ ನಾವು ಇಲ್ಲಿ ನಮ್ಮ ಸುತ್ತಮುತ್ತ ನಡೆಯುವ ವಿದ್ಯಮಾನಗಳು ಅಷ್ಟೇ ಕಾರಣ ಆಗಿರುವುದಿಲ್ಲ. ಅದೆಲ್ಲ ಅಮೆರಿಕದಲ್ಲೋ ಇಸ್ರೇಲ್ ಮತ್ತು ಚೀನೋ ನಡೆಯುವ ಯುದ್ಧವೂ ಕೂಡ ಇಲ್ಲಿಗೆ ಪರಿಣಾಮ ಬೀರುವುದು. Pokrovsk is a transport hub, key supply route to the embattled Ukrainian outpost. ಈಗ ಹಿಮಾಲಯ ಕಡೆಗೆ ನೀರು ಹರಿದೋದ್ರೆ ಅದ್ರ ಪರಿಣಾಮ ನಮ್ಗಾಗಲ್ವೇ? ಹಿಮಾಲಯದ ಹರಿದೋಯ್ತು ಅಂತ ಅಲ್ಲ, ಅದ್ರ ಪರಿಣಾಮ ನಮ್ಗೆ ಇನ್ನೂ ಆಗುತ್ತದೆ. ಅದಂದ್ರೆ ಭೂಮಿಯ ಎಲ್ಲಾ ಭಾಗಕ್ಕೂ ಅದ್ರ ಪರಿಣಾಮ ಬೀರುತ್ತೆ. ಭೂಮಿ ಮೇಲಿರೋರು ಕೆಳಕಿಳಿತಾರೆ, ಕೆಳಕಿರೋರು ಮೇಲಕ್ಕೆ ಹೋಗ್ತಾರೆ. ಯಾಕೆಂದ್ರೆ ಇದೊಂದು ರೀತಿ ಪೈಪೋಟಿಯ ಜಗತ್ತು. ಸ್ಪರ್ಧೆ ಇರುವುದರಿಂದ ಸ್ಪರ್ಧೆಯಲ್ಲಿ ಯಾರು ಗೆಲ್ತಾನೋ ಅವ್ನು ಬದುಕ್ತಾನೆ, ಸ್ಪರ್ಧೆಯಿಂದ ಹೋಯ್ತಾನೆ ಅನ್ನೋದು ನಿಸರ್ಗ ನಿಯಮ. ಅದೆಲ್ಲ ಹೊಂಟಾಯ್ತಾಯ್ತು. ನಮ್ಮ ಸ್ನೇಹಿತರೆಲ್ಲ ಹೊಂಟೋದ್ರು ಸರ್. ಸ್ನೇಹಿತರು ಫ್ಯಾಮಿಲಿ ಎಲ್ಲ ಹೊಂಟೋದ್ರು. ಮದುವೆ ಎಲ್ಲ ಮಾಡ್ತಾ ಇದ್ದು ಇಲ್ಲಿ ಆವಲ್ಲಿ ಮಂಟಪ ದೊಡ್ಡ ದೇವಸ್ಥಾನ ನಮ್ಮದು. ಇಡೀ ಟೂರಿಸ್ಟ್ ಪ್ಲೇಸ್ ಇರೋದು ನಮ್ಮೂರು. ಎಲ್ಲ ಗ್ಲಾಸ್ ಬ್ರಿಡ್ಜು ಎಲ್ಲ ಇರೋದು ಇಲ್ಲಿ. ರಿಸಾರ್ಟ್ಗಳು ಎಲ್ಲ ವರ್ಷ ಆಗುತ್ತೆ. ಆದರೆ ನೀರು ಬರ್ತದೆ, ಮನೆಗಳೆಲ್ಲ ತುಂಬ್ಕೊತದೆ, 10 ನಿಮಿಷ ಖಾಲಿ ಆಗ್ಬಿಡ್ತದೆ. ಹಂಗೆ ಬೇರೆ ಇನ್ನು ಈ ಥರ ಎಲ್ಲ ಆಗಿಲ್ಲ. ಆದರೆ ಏನು ಸರ್ಕಾರದವರು ಏನು ಹೇಳಿಲ್ಲ. ಹಾಗೆ ಮಾಡಿ ಆಚೆ ಬೇರೆ ಕಡೆ ಹೋಗಿ ಇದು ಮಾಡಿ ಏನು ಅಂದಿಲ್ಲ. ಏನು ಮಾಡೋದು ಎಲ್ಲ Now there have been increasing human interventions. It is a complete mistake to think that these are to increase ability of people to eke livelihoods. Not at all. Lots of tourist resorts where they are building lakes and so on, which are further burden geological structure. And we have asked for particularly stopping of quarrying and mining also. ಇಷ್ಟೆಲ್ಲ ಸುಳ್ಳು ಹೇಳ್ಕೊಂಡು ಪೊಲೀಸ್ನವರು ಡ್ರಗ್ಗು, ಚಿನ್ನದ ನಾಣ್ಯ ಅಂತೆ, ಬಂಗಾರದ ನಾಣ್ಯ, ಅವನ್ನೆಲ್ಲ ರಕ್ಷಣೆ, ಅದಕ್ಕೊಂದು ಪೊಲೀಸು, ಅದಕ್ಕೊಂದು ಬ್ಯಾಂಕು, ಇದೆಲ್ಲ ಅಗತ್ಯ ಇದೆ ಮನುಷ್ಯನಿಗೆ ಬದುಕೋಕೆ. ಸುಮ್ಮನೆ ಒಂದು ಸಗಣ ಏನೋ ಬೆಳಕನ್ನು ಉಂಟು ಇದ್ರೆ ಏನಾಯ್ತಿತ್ತು? ವಿಪರೀತ. പകയുണ്ട് ഭൂമിക്ക്, പുഴകൾക്ക്, മലകൾക്ക്, പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. പകയുണ്ട് ഭൂമിക്ക്, പുഴകൾക്ക്, മലകൾക്ക്, പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. പുക തിന്ന പകലിനും